Question is prove that 1 plus sin A divided by cos A is equal to cos A divided by 1 minus sin A. അപ്പോൾ ഇവിടെ prove that question ആയതുകൊണ്ട് നമ്മൾ സാധാരണ പോലെ നമ്മൾ LHS കൺസിഡർ ചെയ്യും എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് RHSലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മുടെ LHS ഇവിടെ 1 plus sin A divided by cos A എന്നാണ്. ഇനി ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുന്നത് cos A divided by 1 minus sin A ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കണം. അതായത് 1 by cos A plus sin A by cos A. അപ്പോൾ അങ്ങനെ പോയാലും അവിടെ sin A by cos A ഒക്കെ tan A യിലേക്കാണ് പോവുക. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൽ പ്രത്യേകിച്ച് ഒരു നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്താൻ പറ്റിയ ഒരു കാര്യം അവിടെ ഇല്ല. പിന്നെ ഇവിടെ വേറെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി കൊടുക്കാൻ നിങ്ങൾ പഠിച്ച ഈ 7 ഐഡന്റിറ്റിയിൽ ഒന്നുപോലും ഇവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഒന്നുകിൽ സൈൻ സ്ക്വയർ എ വേണം, അല്ലെങ്കിൽ സിക്സ് സ്ക്വയർ എ, ടാൻ സ്ക്വയർ എ, അങ്ങനത്തെ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ടാൻ എ, സീക്ക് എ, അങ്ങനെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി പഠിച്ച ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ആ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും അഡീഷണൽ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അഡീഷണൽ എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക, അതൊക്കെയായിരിക്കും സാധാരണ ചെയ്യുന്ന അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് എത്താമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു 1 മൈനസ് സൈനെ താഴെ കാണുന്നുണ്ട്. അപ്പൊ അതായത് നമുക്ക് ഇവിടെ ഓൾറെഡി താഴെ കോസെ ആണ് ഉള്ളത്. ആ കോസേന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് 1 മൈനസ് സൈനെ കിട്ടണം. അപ്പൊ അതിലേക്ക് 1 മൈനസ് സൈനെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 1 മൈനസ് സൈനെ ഉപയോഗിച്ച് ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ നോക്കുക. അപ്പൊ ഇവിടെ മുകളിൽ കാണുന്നുണ്ട് 1 പ്ലസ് സൈനെ. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അധികം യൂസ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റിയാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് നിങ്ങൾക്ക് എപ്പോഴും അധിക സമയത്തും പ്രോബ്ലംസ് സിംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്. അപ്പൊ അത് ഇവിടെ അതും നമ്മുടെ ഈ 1 മൈനസ് സൈനെയും കണക്ട് ചെയ്തിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ എന്തെങ്കിലും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? അപ്പം ഈ 1 പ്ലസ് സൈനെയും 1 മൈനസ് സൈനെയും തമ്മിലുള്ള കണക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അതും ഈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എ 1ഉം ബി സൈനെയും ആണെങ്കിൽ ഇത് എ പ്ലസ് ബി ആണെങ്കിൽ ഇത് എ മൈനസ് ബി ആണ്. സോ നമുക്ക് ഇവിടെ ഒരു 1 മൈനസ് സൈനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ വെറുതെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് സാധനവും നമ്മൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ താഴെയും മൾട്ടിപ്ലൈ ചെയ്താലേ ഉള്ളൂ അത് ഈക്വൽ ടു എന്നും പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പം മുകളിൽ 1 മൈനസ് സൈനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ താഴെയും 1 മൈനസ് സൈനെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മുകളിൽ ഈ 1 മൈനസ് സൈനെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ആ ഫോർമുല അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ എന്നാണ്. ദാറ്റ് മീൻസ് 1 മൈനസ് സൈൻ സ്ക്വയർ എ. നിങ്ങൾ ഓൾറെഡി പഠിച്ച ഐഡന്റിറ്റിയിലേക്കാണ് അത് പോകുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ച ഐഡന്റിറ്റി ആയിരുന്നു സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എ. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എയിലേക്ക് എത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അവിടെ കോസ് സ്ക്വയർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് അവിടെ വരുത്തുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 1 മൈനസ് സൈൻ എ. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റെപ്പിൽ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. നമ്മൾ ന്യൂമറേറ്ററിൽ 1 മൈനസ് സൈൻ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ താഴെയും അപ്പം എന്ത് ചെയ്യണം? 1 മൈനസ് സൈൻ എ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓൾറെഡി കോസ് എ അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് കോസ് എ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോസ് എ വെച്ചിട്ട് കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ എ എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു മുകളിൽ 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് കിട്ടും.
താഴെയുള്ളതിന് നമ്മൾ അങ്ങനെ തന്നെ എഴുതും. cos A into 1 minus sin A. This is equal to 1 square എന്ന് പറഞ്ഞാൽ 1 minus sin square A divided by cos A into 1 minus sin A. This is equal to 1 minus sin square എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് കിട്ടും this is cos square A divided by താഴെ cos A into 1 minus sin A. ഇതിൽ നിങ്ങൾക്ക് ഒരു cos A കട്ട് ചെയ്യാം. ഒരു cos A കട്ട് ചെയ്താൽ മുകളിൽ എന്ത് വരും? cos A divided by 1 minus sin A. ഇതാണ് നിങ്ങൾക്ക് കിട്ടേണ്ട നിങ്ങളുടെ RHS. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം പ്രൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ എഴുതിയിരിക്കുന്നതാണ് മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 1 മൈനസ് സൈൻ എ. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് നല്ല ഓർമ്മയിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളെ നോട്ട്ബുക്കിൽ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. കാരണം ഈ പ്രോബ്ലം എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം പ്രൂവ് ദാറ്റ് റൂട്ട് 1 plus sin A divided by 1 minus sin A is equal to ck plus tan A. സോ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ പോലെ നമ്മൾ LHS എടുക്കുന്നു. LHS ഇവിടെ വരുന്നത് 1 plus. പിന്നെ ഒരു കാര്യം, എപ്പോഴും LHS തന്നെ എടുക്കണം എന്നില്ല. ചില പ്രോബ്ലത്തിൽ നമുക്ക് RHS എടുത്തിട്ട് LHSലേക്ക് വരാനായിരിക്കും എളുപ്പം. അപ്പം അത് ഓരോ പ്രോബ്ലത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഈ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നതാണ് എളുപ്പം. ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ റൂട്ട് 1 plus sin A by 1 minus sin A എന്നാണ്. അപ്പൊ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക എന്താണ് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടേണ്ടത്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൂട്ട് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ റൂട്ട് ഇല്ല. അപ്പം റൂട്ട് പോകണം എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ആ റൂട്ട് എങ്ങനെ പോക്കാം? ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഒരു 3 square റൂട്ട് 3 square ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ 3 എന്ന് എഴുതാൻ പറ്റും. പക്ഷെ റൂട്ട് 5 ആണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ റൂട്ട് ഒഴിവാക്കിയിട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് റാഷണൽ നമ്പറാണ് റൂട്ട് 5. അപ്പം ഈ റൂട്ടിന്റെ അകത്ത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ, ഇപ്പൊ 3 square എന്ന് പറഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ അതിന്റെ വാല്യൂ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ റൂട്ട് ഇല്ലാതെ കിട്ടും. അപ്പൊ അതുപോലെ നിങ്ങൾ ഈ കേസിലൊന്ന് ആലോചിക്കുക. അതായത് ഈ റൂട്ടിന്റെ അകത്തുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ മോഡലിൽ എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്ക് ആ സ്ക്വയറിന്റെ അകത്തുള്ള കാര്യത്തിന് ഈ മൊത്തത്തിന്റെ വാല്യൂ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ റൂട്ടിന്റെ അകത്ത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ട് സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിന്റെ വാല്യൂ സൈൻ എ ആണ്. കാരണം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതുപോലെ തന്നെ റൂട്ട് 1 plus സൈൻ എ ദി ഹോൾ സ്ക്വയർ എന്നാണെങ്കിൽ അതിന് നിങ്ങൾക്ക് 1 plus സൈൻ എ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ഈ രീതിയിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലിടുക. എന്നിട്ട് നിങ്ങളൊന്ന് അതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക എന്ത് ചെയ്യാൻ പറ്റുന്നു. സോ ഇവിടെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലത്തെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമ്മൾ ഇവിടെ ചെയ്യേണ്ടി വരും. അതായത് ഇവിടെ നിങ്ങൾ ഇതുവരെ പഠിച്ച ഐഡന്റിറ്റീസ് ഒന്നും ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം 1 plus sin A അത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഐഡന്റിറ്റിയും പഠിച്ചിട്ടില്ല. അതുപോലെ 1 minus sin A വെച്ചിട്ട് പഠിച്ചിട്ടില്ല. അതിന്റെ ഡിവിഷൻ വെച്ചിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു അഡീഷണൽ ഓപ്പറേഷൻ നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് അവിടത്തേക്ക് ഒരു ലിങ്ക് ഉണ്ടാക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യാമെന്നാണ് ആലോചിക്കേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ സമയത്തൊക്കെ നിങ്ങൾക്ക് നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലത്തെ ടെക്നിക്സ് ഉപയോഗിക്കാം. അതായത് എന്തെങ്കിലും ഒരു
നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോം എടുത്തിരുന്നു. ഇവിടെ നമുക്ക് ഈ റൂട്ട് ഒഴിവാക്കണം എന്ന് പറയുമ്പം ഇതിന്റെ അകത്തൊരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് വെറുതെ പെർഫെക്റ്റ് സ്ക്വയർ ഇപ്പം ഇവിടെ ഇപ്പോൾ ഓൾറെഡി പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും ഇല്ല. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമോ നോക്കുക. അതായത് മുകളിലും താഴെയും എന്തെങ്കിലും ഒരു കോമൺ കാര്യം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ 1 പ്ലസ് സൈൻ എ ആണ് ഉള്ളത്. അത് 1 പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂട്ട് 1 പ്ലസ് സൈൻ എ ദി ഹോൾ സ്ക്വയറിന് എന്ത് ചെയ്യാൻ പറ്റും? 1 പ്ലസ് സൈൻ എന്ന് പുറത്തേക്ക് എഴുതാൻ പറ്റും. കാരണം അതിൻ്റെ അകത്തൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അവിടെ വരുന്നത്. സോ ആ രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. റൂട്ട് 1 പ്ലസ് സൈൻ എ വെച്ചിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ റൂട്ട് 1 മൈനസ് സൈൻ എ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് നോക്കാം. നമ്മളിപ്പോൾ സപ്പോസ് റൂട്ട് 1 മൈനസ് സൈൻ എ വെച്ചിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കുക. ഇതിനെ നിങ്ങൾക്ക് റൂട്ട് സെപ്പറേറ്റ് ചെയ്യാം. റൂട്ട് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് സൈൻ എ. എഴുതിയിരിക്കുന്ന രണ്ടും ഒരേ കാര്യമാണ്. ഞാൻ റൂട്ട് വേറെ വേറെ എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് വെറുതെ ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് എന്താ വരുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ഫസ്റ്റിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ റൂട്ട് 1 മൈനസ് സൈൻ എ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താ വരുന്നതെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ മുകളിൽ റൂട്ട് 1 പ്ലസ് സൈൻ എ ഇൻറ്റു റൂട്ട് 1 മൈനസ് സൈൻ എ. ഇതിനെ റൂട്ടിൻ്റെ അകത്ത് നമുക്ക് ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ ചെയ്തിട്ട് റൂട്ട് എടുക്കുന്നതും ഓരോന്നിൻ്റെ റൂട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആയിരിക്കും. അതുപോലെ താഴെ ഇതുപോലെ തന്നെ റൂട്ട് 1 മൈനസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതിയാകും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റൂട്ട് എടുക്കുക. മുകളിൽ എന്ത് വരും? മുകളിൽ റൂട്ട് ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. ദാറ്റ് ഈസ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ a ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ എ ഇത് ഹോൾ സ്ക്വയർ വരും, അതിൻ്റെ റൂട്ട്. ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് കോസ് സ്ക്വയർ എ ആണ്, അതിൻ്റെ റൂട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് സൈൻ എ ഹോൾ സ്ക്വയർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്റ്റ് സ്ക്വയർ വന്നു. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഏതിൻ്റെ സ്ക്വയർ ആണോ അതാണ് വരിക. ദാറ്റ് ഈസ് 1 മൈനസ് സൈൻ എ. കോസ് സ്ക്വയർ എൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ കോസ് എ ബൈ 1 മൈനസ് സൈൻ എ. ഇതിനെ ഇനി നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടത് സി കെ പ്ലസ് ടാൻ എന്നാണ്. അതിലേക്ക് ഇത് എത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ നിങ്ങളിപ്പം ചെയ്തു വന്ന പ്രൊസീജിയർ തെറ്റാണ്. അതായത് റൂട്ട് 1 മൈനസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം നമ്മൾ അടുത്ത മെത്തേഡ് നോക്കുക. എക്സാമിന് നിങ്ങളിത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് രണ്ടും തോന്നും. ഒന്നുകിൽ റൂട്ട് 1 മൈനസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ റൂട്ട് 1 പ്ലസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തോന്നും. അപ്പോൾ റൂട്ട് 1 മൈനസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഒരു ആൻസറിലേക്കാണ് പോവുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ അഥവാ ഇനി എക്സാമിന് നിങ്ങൾ റൂട്ട് 1 മൈനസ് സൈൻ എ വെച്ചിട്ട് ചെയ്തു പോയാൽ വീണ്ടും തിരിച്ച് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് റൂട്ട് 1 പ്ലസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ശരിക്കുള്ള ചെയ്യാൻ പോകുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ റൂട്ട് 1 പ്ലസ് സൈൻ എ. ചെയ്താൽ എന്ത് വരും നോക്കാം. റൂട്ട് 1 പ്ലസ് സൈൻ എ ഇൻറ്റു റൂട്ട് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ടായിരുന്നു? റൂട്ട് 1 മൈനസ് സൈൻ എ ഉണ്ടായിരുന്നു, ഇൻറ്റു ഞാൻ റൂട്ട് 1 പ്ലസ് സൈൻ എ വെച്ചിട്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തതാണ്. ദിസ് ഇസ് ഈക്വൽ ടു മുകളിൽ എന്തുണ്ട്? റൂട്ട്
1 plus sin a into root 1 plus sin a. അപ്പോൾ നിങ്ങൾക്ക് റൂട്ടിൻ്റെ അകത്ത് തന്നെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റൂട്ട് എടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് റൂട്ട് 1 plus sin a ഡിവൈഡഡ് ബൈ റൂട്ട് 1 plus sin a. താഴെ ഇതുപോലെ തന്നെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് നമ്മൾ റൂട്ട് എടുക്കും. ദിസ് ഈസ് ഈക്വൽ ടു മുകളിൽ എന്ത് വരും? 1 plus sin a into 1 plus sin a എന്ന് പറഞ്ഞാൽ അത് 1 plus sin a ഹോൾ സ്ക്വയർ ആണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. താഴെ ഇതുപോലെ തന്നെ a minus b into a plus b ഫോം ആണ്. ദാറ്റ് ഈസ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. സോ ദാറ്റ് ഈസ് 1. മുകളിൽ വരുന്ന ഈ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത് ജസ്റ്റ് അതിൻ്റെ അകത്തുള്ള ക്വാണ്ടിറ്റി ആവും. അതായത് 1 plus sin a എന്നാകും. ഡിവൈഡഡ് ബൈ താഴെ റൂട്ട് 1 minus sin square a എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ a എന്നാകും. ദാറ്റ് മീൻസ് 1 plus sin a ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എൻ്റെ റൂട്ട് അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അപ്പോൾ റൂട്ട് എടുത്താൽ കോസ് a ആവും. ഇപ്പം നമുക്ക് ഒരു സിംപ്ലിഫിക്കേഷനും കൂടിയുള്ള പോസിബിലിറ്റി വരികയാണ്. കാരണം മുകളിൽ സമ്മാണ്, താഴെ ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ഫ്രാക്ഷൻസിൻ്റെ സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് 1 plus sin a by cos a ന് നിങ്ങൾക്ക് ഫസ്റ്റിൽ 1 by cos a ചെയ്യുക, പിന്നെ പ്ലസ് ഇട്ടിട്ട് sin a by cos a ചെയ്യുക. അപ്പോൾ നേരത്തെ 1 minus sin a, ഇവിടെ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന റൂട്ട് 1 minus sin a ആയപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആയി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മൾ RHSലേക്ക് എത്താൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് 1 by cos a എന്ന് എഴുതാം, പ്ലസ് പിന്നെ വരുന്നത് sin a by cos a. ഇനി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തി. 1 by cos a എന്ന് പറഞ്ഞാൽ നമ്മുടെ sec ആണ്. sec എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കലാണ്. പ്ലസ് sin a by cos a എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റി ആയ tan a ആണ്. അതാണ് നമുക്ക് വേണ്ട RHS. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലേക്ക് എത്തി. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഇതും മാർക്ക് ചെയ്തിട്ട് പഠിക്കണം. ഇതും എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്.